التمسك بالأثر نجاه. 68-ാമത്തെ ചോദ്യം, മാ കിതാബുകൽ അദീം, നിനക്ക് ലഭിച്ച കിതാബുകളിൽ ഏറ്റവും മഹത്തരമായ കിതാബ് ഏതാണ്? അല്ലെങ്കിൽ നീ ഏത് കിതാബിൻ്റെ കൗമാണ്, സമൂഹമാണ്? നിന്റെ കിതാബ് വേദഗ്രന്ഥം ഏതാണ്? വകം അദദു അജ്സാഇഹി, അതിനെത്ര ജുസുകളുണ്ട്, എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? എന്താണ് ഉത്തരം? അൽ ജവാബ് അൽ ഖുർആനുൽ കരീം. നമ്മുടെ കിതാബ് എന്നുള്ളത് ഖുർആനാണ് അല്ലേ? മുമ്പ് ഒരു കാലഘട്ടത്തിലേക്കും ഒരു നബിമാർക്കും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തത്രയും മികച്ച ഗ്രന്ഥമാണ് ഖുർആൻ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിച്ച് കിട്ടുമ്പോൾ ആ കാലഘട്ടത്തിലെ അറബികളെന്ന് പറഞ്ഞാൽ സാധാരണ അറബികളൊന്നുമല്ല, ഇന്നത്തെ കാലത്തെ പോലെ ഉള്ള അറബികളല്ല. അവർ ആ അറബ് സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പകരം വയ്ക്കാനില്ലാത്തൊരു കാലഘട്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിക്കുന്ന ആ ഒരു കാലഘട്ടം എന്നുള്ളത്. അത്രമാത്രം സാഹിത്യത്തിൽ, അത് കവിതയാണെങ്കിലും ഗദ്യമാണെങ്കിലും പദ്യമാണെങ്കിലും ഒക്കെ അങ്ങേയറ്റം മികവ് തെളിയിച്ച ഒരു സമൂഹമായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിലെ മക്ക കാലഘട്ടവും മദീനയൊക്കെ. അവരത്രയും സാഹിത്യത്തിൽ മികവ് പുലർത്തിയിരുന്ന ആളുകൾ. ആ ആളുകൾക്കിടയിലേക്കാണ് ഈ ഖുർആൻ അവതരിക്കുന്നത്. ഇത്രയധികം സാഹിത്യത്തിൽ, അറബ് സാഹിത്യത്തിൽ അത്രയും മികവുണ്ടായിരുന്നിട്ട് പോലും ഈ ഖുർആൻ കേട്ടിരിക്കുമ്പോൾ തരിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ അവർക്കിത് പദ്യമാണോ ഗദ്യമാണോ എന്താണ് ഇതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ ഖുർആൻ അവരെത്തിച്ചത്. അത്രയും സാഹിത്യത്തിൽ കഴിവുണ്ടായിരുന്നിട്ട് പോലും ഖുർആനിൽ ഒരായത്ത്, ഒരു സൂറത്ത്, ചെറിയൊരു സൂറത്തെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, പകരം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം അവരെ അത്ഭുതപ്പെടുത്തിയല്ലേ. അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത ആളുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്തുകൾ കേട്ടാൽ അതിന് ചെവി കൊടുക്കാറുണ്ട്, കേട്ട് നിന്നു പോകാറുണ്ട്. അവർ നടക്കുന്ന നടത്തം നിർത്താറുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ ആ വാക്കുകൾ തറയ്ക്കാറുണ്ട്. ആ രൂപത്തിൽ അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഗ്രന്ഥമായിരുന്നു ഈ ഖുർആൻ എന്നുള്ളത്. പക്ഷെ നമ്മുടെ കാര്യം വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നമുക്ക് ഈ കയ്യിൽ ഈ ഖുർആൻ ഉണ്ട്, മുസ്ഹഫുകൾ നമ്മുടെ ഷെൽഫുകളിലും അലമാരകളിലൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ നമ്മളിത് ഉപയോഗപ്പെടുത്തേണ്ടത് പോലെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വളരെ ചുരുക്കമുള്ളൂ അല്ലേ? പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ ഈ ഖുർആനിൻ്റെ ആയത്തുകൾ പഠിക്കുന്നത് കൊണ്ട് അവരിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണാറില്ല. അവരിൽ 10 ആയത്തുകൾ പഠിക്കുമ്പോഴേക്കും ഉണ്ടാവുന്ന മാറ്റം നമ്മൾ 10 സൂറത്തുകൾ പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പം അതൊക്കെ നമ്മൾ ഖുർആനോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിൽ പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നാകും. പിന്നെ പറയുന്നത് വഅദദു അജ്സാഇഹി 30 ജുസ്ആ, ഈ ഖുർആൻ 30 ജുസ്ആണ്. 30 ജുസ്ആണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹു 30 ജുസ്ആയി അവതരിപ്പിച്ചതാണോ? അല്ല. നമുക്കറിയാലോ, ഓരോ സൂറത്തുകളും ആയത്തുകളായിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചത്. ഈ 30 ജുസ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് കിട്ടുന്ന വഹയികളൊക്കെയും അത് എഴുത്തും വായനയും അറിയാവുന്ന പല സഹാബികളെയും വിളിച്ചു വരുത്തുകയും അവരോട് ആ വഹി അവതരിപ്പിച്ച് കിട്ടുന്ന സമയത്ത് തന്നെ എഴുതി വയ്ക്കാൻ കൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഒട്ടകത്തിൻ്റെ തോല്, പാറക്കല്ലുകൾ, എല്ലുകൾ, ഇങ്ങനെ പലതിലും അന്ന് അറബികൾ എഴുതി വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയ വഹി മുഴുവൻ എഴുതി വെച്ചു. പക്ഷേ അന്നൊന്നും അത് ഒരു ശേഖരിച്ച് മുസ്ഹഫാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? അന്ന് മനപ്പാടം ഖുർആൻ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ കാണാപ്പാടമുള്ള ധാരാളം സ്വഹാബികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മുസ്ഹഫിൻ്റെ ഒരു ആവശ്യകത പോലും മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് ഖുർആൻ മനപ്പാടമുള്ള ധാരാളം ആളുകൾ യുദ്ധങ്ങളിൽ തുടർച്ചയായി കൊല്ലപ്പെടുന്നത് കണ്ടപ്പോൾ
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഒരു മുസ്ഹഫിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഒരു മുസ്ഹഫ് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യാം. അങ്ങനെ അതിൻ്റെ തുടക്കം. പിന്നെ അറബി അറിയാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി ധാരാളം. അവർ ഖുർആൻ തെറ്റായ രൂപത്തിൽ വായിക്കാനൊക്കെ ആരംഭിച്ച് അങ്ങനെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശേഖരിച്ച ആ മുസ്ഹഫിനെ കുറേ കോപ്പികളാക്കി പകർത്തി എഴുതുകയും എന്നിട്ടത് മുസ്ലിമീങ്ങളുടെ പല നാടുകളിലേക്കും കൊടുത്തയക്കുകയും ചെയ്തു. അങ്ങനെ അത് കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അതിലെ ഹറക്കത്തുകൾ ഫത്ഹയും കസറയും ഒക്കെ ആക്കി അങ്ങനെ അതിലോരോ മാറ്റങ്ങൾ, അത് ദീൻ പഠിപ്പിച്ചെന്ന മാറ്റങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് യോജിക്കുന്ന മാറ്റങ്ങൾ അവർ വരുത്തുകയാണ്. അങ്ങനെ വരുത്തിയ മാറ്റങ്ങളിൽ പെട്ടതാണ് എന്ത്, ഈ മുസ്ഹഫ് 30 ജുസ് ആക്കി എന്നുള്ളത്. ആ 30 ജുസ് ആക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ സ്വഹാബത്ത് ഏറ്റവും അധികം ആളുകൾ ഖുർആൻ ഓതി തീർത്തിരുന്നത് 30 ദിവസങ്ങളിലാണ്. 30 ദിവസങ്ങളിലായിട്ട് എന്ത് ചെയ്തിരുന്നു സ്വഹാബത്ത്? ഏറ്റവും മാക്സിമം ആണ് കേട്ടോ, ഏറ്റവും മിനിമം 7 ദിവസം കൊണ്ടൊക്കെ ഓതി തീർക്കുന്ന ആളുകൾ ധാരാളമുണ്ട് സ്വഹാബികൾ. അവരേറ്റവും മാക്സിമം ഖുർആൻ 1 മാസത്തിനകം ഓതി തീർത്തിരിക്കും. പൊതുവെ എല്ലാ സ്വഹാബികളും അങ്ങനെയാണ്. അപ്പം ആ ഒരു ഓതി തീർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓതുന്ന ഡ്യൂറേഷൻ പരിഗണിച്ച് 30 ഭാഗങ്ങളാക്കി ഇതിനെ തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ മുസ്ഹഫ് 30 ജുസ് ആയിത്തീരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയിച്ചു തരും. ഞാനിത് വിശദീകരിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ മുസ്ഹഫ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 30 ജുസ് നമ്മൾ എന്തിനാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും അവരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 30 ദിവസം കൊണ്ട് ഈ ഖുർആൻ ഓതി തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത് 30 ജുസ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഖുർആൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, മറ്റ് കിതാബുകൾക്കൊന്നും ഇല്ലാത്ത പല പ്രത്യേകത ഈ ഖുർആനുണ്ട്. സാന്ദർഭികമായി വളരെ വേഗത്തിൽ 1-2 പ്രത്യേകതകൾ മാത്രം പറയാം. ഒന്നാമത്തേതെന്നുള്ളത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ കിതാബുകളും നസ്ഖ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ ആ കിതാബുകളിലുള്ള വിധിവിലക്കുകൾ ഇനി പ്രാബല്യത്തിലില്ല, അതുകൊണ്ട് നമ്മൾക്ക് പ്രവർത്തിക്കാവതല്ല. അത് അള്ളാഹു ആ വിധിയെ നസ്ഖ് ചെയ്തു, അതിനെ പ്രാബല്യം ഇല്ലാത്തതാക്കി കളഞ്ഞു. നമുക്കിനി അതുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടെ മറ്റ് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ കിതാബുകളും നസ്ഖ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒന്നാമത്തെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞിരുന്നു, ഖുർആൻ അല്ലാത്ത ബാക്കി എല്ലാ കിതാബുകളിലും കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂട്ടലുകളും കുറയ്ക്കലുകളും മാറ്റത്തിരുത്തലുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റത്തിരുത്തലുകൾ സംഭവിച്ചിട്ടുള്ള കിതാബുകളാണ് ഇന്നുള്ള എല്ലാ കിതാബുകളും, ഖുർആൻ ഒഴികെ. ഖുർആൻ അതിലൊരു തിരുത്തും മാറ്റത്തിരുത്തലും ഒന്നും, കൂട്ടലോ കുറയ്ക്കലൊന്നും സംഭവിച്ചിട്ടില്ല, ഇനി അതൊട്ട് സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹു അതിനെങ്ങനെയാണോ അവതരിപ്പിച്ചത് അങ്ങനെ തന്നെ ഈ ഖുർആൻ നിലനിൽക്കും. ഈ ഖുർആൻ്റെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ കാണി നമ്മൾ ഖുർആനിൻ്റെ ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, ഖിയാമത്ത് നാളിൽ നമ്മളെ നോക്കി വിരൽ ചൂണ്ടിയിട്ട് പറയും, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ എൻ്റെ കൗമ് ഖുർആനിനെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് നമ്മളെ നോക്കി പരാതി പറയുന്നൊരവസ്ഥ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും വരുത്തി വെക്കരുത്. ഖുർആനിലെ ആശയങ്ങൾ പഠിക്കണം, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം, അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം, മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായി മാറുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഒരുപാട് പ്രത്യേകതകൾ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബറക്കത്താണ്. അല്ലെ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്താ, ഈ ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ ബറക്കത്തുള്ള കിതാബായിട്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, നാം നിനക്ക് അവതരിപ്പിച്ചെന്ന ഈ കിതാബ് അത് മുബാറക്ക്, ബറക്കത്ത് കൊണ്ട് നിറഞ്ഞ കിതാബ്.
എന്തിനാണ് ബർക്കത്തുൽ ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയത്തുകൾ ഉറ്റാലോചിക്കാൻ. പക്ഷെ നമ്മൾ അതിലെ ആയത്തുകൾ ഉറ്റാലോചിച്ചാൽ നമുക്ക് ഒരുപാട് ബറക്കത്തുകൾ കിട്ടും. ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് അവതരിപ്പിച്ച കിതാബാണ് ഖുർആൻ. നമ്മൾ എത്രത്തോളം ഈ കിതാബിനെ പറ്റി ചിന്തിക്കുന്നോ, അതിനെപ്പറ്റി പഠിക്കുന്നോ, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുകൾ വന്നു നിറയും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട. പിന്നെ ഓരോ ഹർഫിനും 10 കൂലിയുള്ളതൊക്കെ നമ്മളെപ്പോഴും കേട്ട് പരിചയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ, അത് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്.